ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അധികം ചെയ്യാത്തൊരു കോമ്പിനേഷനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഒരു കോഫിയും കോക്കനട്ടും രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. നമ്മൾ ചെയ്യുന്നത് കോഫി ആൻഡ് കോക്കനട്ട് കേക്കാണ്. ഇത് നമ്മൾ കേക്കിൽ കോക്കനട്ട് ഫ്ലേവറാണ് കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഐസിങ്ങിലാണ് കോഫി ചേർക്കുന്നത്. ആരും അധികം ചെയ്യാത്തൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളിത് കേക്കിന് ആവശ്യമായിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഇതിട്ടിട്ട് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഈ പൊടിയൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മളെ പിന്നെ പൊടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും സോഡാപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ചേരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. നമുക്ക് ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്തൊരു ബൗൾ എടുക്കാം. അത് ഞാനൊരു സ്റ്റീൽ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു വിസ്ക് എടുക്കുക. ഈ വിസ്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു മരത്തിൻ്റെ തവിയായാലും മതി, അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക, കണ്ടൻസ്ഡ് മിൽക്ക്. ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. എപ്പോഴും നമ്മൾ മുട്ട വെച്ചിട്ട് അല്ലെങ്കിൽ തൈര് വെച്ചിട്ട് ബട്ടർ മിൽക്ക് വെച്ചിട്ടൊക്കെയാണ് കേക്ക് ഉണ്ടാക്കാറ്. നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. തേങ്ങൻ്റെ പാലെടുത്തിട്ടുള്ളതാണ്. ഈ തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ അധികം വെള്ളം ചേർക്കാത്ത കട്ടിപ്പാൽ തന്നെ എടുക്കുക. എങ്കിലാണ് നമുക്ക് ആ കേക്കിന് ആ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. നമ്മൾ മിൽക്ക് മെയ്ഡ് ഓൾറെഡി മധുരം ഉള്ളതാണല്ലോ, അപ്പം മധുരം കൂടി പോകണ്ട. ഞാൻ 1/2 കപ്പ് ചേർക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര. നമ്മൾ കോക്കനട്ട് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ശരിക്കും നല്ലൊരു കോക്കനട്ടിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പൊടി, നമ്മുടെ നേരത്തെ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുള്ള പൊടി നമുക്കിതിക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പൊടി ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ഇത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. ഇത് നമുക്ക് സോസ് പാനിലാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യണത്. നമ്മൾ സോസ് പാനിൽ ആരും അധികം ചെയ്യാറുണ്ടാവില്ല. സോസ് പാനിൽ നല്ല ഈസി ആയിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. നമ്മളതും കൂടെ കാണിക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കാണ്. നിങ്ങളെ കയ്യിലുള്ള സോസ് പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഹാഫ് ഒഴിക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു 35-40 മിനിറ്റ് വരെ നമുക്കൊന്ന് വെക്കാം. അപ്പത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഈ റെഡി ആയിട്ട് ഞാൻ കാണിക്കാം.
നമുക്ക് കേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ അതിന് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനുള്ള ബൗളും അതുപോലെ തന്നെ ബീറ്ററിന്റെ ബ്ലേഡും ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് വിപ്പായിട്ട് വരുള്ളൂ. നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്യും. ഞാനിവിടെ എടുക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിന്റെ പൗഡർ അല്ല, പൗഡർ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്രീമാണ്, 250 ml അങ്ങനെ പാക്കറ്റാണ്. ഇത് ഞാൻ 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ 2 എണ്ണം ഈ ബൗളിക്ക് ഒഴിക്കാം. ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിടുക. ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇതിൽ ക്രീം ആയതുകൊണ്ട് ഇതിൽ ഷുഗർ ഇല്ല. അതുപോലെ നമ്മൾ ചേർക്കുന്ന കോഫിയാണല്ലോ, അപ്പോൾ കോഫിയും കൂടെ ചേർക്കണം. ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുക. അത് കുറച്ച് വിപ്പായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളത് ഒരു കുറച്ച് വിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര അങ്ങനെ കുറേശ്ശായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇതിൽ നിന്ന് ബ്ലേഡിൽ നിന്ന് ഈ വിപ്പിംഗ് ക്രീം ഇങ്ങോട്ട് താഴേക്ക് ചാടരുത്. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ കോഫി കുറച്ച് പാലിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വിപ്പ് ചെയ്യാം. നമ്മളെ ക്രീം കോഫി ഇതാണ് ഫ്ലേവറാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കോഫി ചേർത്ത വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ സോസ് പാനിൽ ഇതാക്കിയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മളെ കേക്ക് റീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മേൽഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഷേപ്പ് ഉണ്ടാവില്ല. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് കേക്കാണ്. ഇത് മിൽക്ക് മെയ്ഡും തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെയാണ് ഇതിന്. ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന കാണിക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു നൂലെടുത്തിട്ട് നൂല് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ കറക്റ്റ് ഇങ്ങനെ പിടിക്കുക. ഞാനിത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെന്ററിൽ തന്നെ ഇങ്ങനെ പിടിക്കും. 2 കൈയും വലിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. നമ്മളെ കേക്ക് കട്ടായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് തന്നെ നമ്മളെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതേ അളവ് തന്നെ ഒരു കേക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹൈറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ്. ഇതും കൂടെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. അത് നിങ്ങൾ ഷുഗർ പിന്നെ തിളപ്പിച്ചിട്ട് സിറപ്പാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്കതൊന്ന് കേക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ആദ്യം നമ്മൾ കുറച്ച് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ബേസ് ഒന്ന് വെച്ചുകൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കേക്ക് അത്രയും സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് ഷുഗർ സിറപ്പിൽ സോക്കാവുമ്പോഴാണ് കേക്കിന്റെ ടേസ്റ്റ് വരുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫിയും കൂടെ ചേർക്കാം. കോഫിന്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടവർക്ക്. ഞാൻ ക്രീമിൽ മാത്രമേ കോഫി ചേർത്തിട്ടുള്ളൂ. ഷുഗർ സിറപ്പിലും കോഫി ചേർക്കാം. അപ്പോൾ കോഫിന്റെ നല്ല റിച്ച് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ നമുക്ക് കോഫിന്റെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. കുറച്ച് കട്ടി തന്നെ തേച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ എടുത്തിട്ട് വെക്കാം.
ഇതിൻ്റെ മേലിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് തേച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലിൽ നമുക്ക് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4ാമത്തെ ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. ഇത് ഞാൻ 4 ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു കേക്ക് അതേ സെയിം അളവ് തന്നെ ഞാൻ വേറൊരു കേക്കും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ 2ന്റെ അളവ് കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അളവുകളൊക്കെ ആകെ കൺഫ്യൂഷൻ ആവുന്ന എഴുതിയിട്ടാണ്. കോഫി ക്രീം വെച്ചിട്ട് ഞാൻ കേക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യാമെന്ന് മാത്രം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. കോഫിൻ്റെയും കോക്കനട്ടിൻ്റെയും നല്ലൊരു ഫ്ലേവറാണ് ഇതിന്, നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഒരു ഇതിൽ കാണാം. ഓക്കെ, ബൈ.